കള്ളാടി ഉരുൾപൊട്ടൽ, മരണസംഖ്യ 7ആയി. മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുന്നു. കള്ളാടിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ ആകെ മരണസംഖ്യ 7ആയി ഉയർന്നു. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ സർവേയർ അസറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശിയായ എഞ്ചിനീയർ രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശിയായ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് എംബാം ചെയ്ത ശേഷമായിരിക്കും മൃതദേഹങ്ങൾ അതത് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. തിരിച്ചറിയാൻ പ്രയാസമുള്ള സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം DNA പരിശോധന നടത്തുക. പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനവും ദുരിതഭൂമിയിൽ തെരച്ചിൽ 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ പ്രദേശത്തെ 4 പ്രധാന സോണുകളായി തിരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. മീനാക്ഷി പാലത്തിന് താഴെ വലതുഭാഗത്തു നിന്നും പുഴയിൽ നിന്നുമായാണ് ഇന്ന് മൃതദേഹങ്ങൾ ലഭിച്ചതെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മണ്ണിൽ അധികം താഴ്ചയില്ലാതെ പൈപ്പുകളുടെയും വാഹന ഭാഗങ്ങളുടെയും ഇടയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. 1ാമത്തെ സോണിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ദൗത്യ സംഘത്തിന്റെ നിഗമനം. കടാവർ നായ്ക്കളെ അടക്കം തെരച്ചിലിനായി പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രി മുതൽ തുടരുന്ന ശക്തമായ മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നെഞ്ചുലയ്ക്കുന്ന കണ്ണീർ കാഴ്ച. ദുരന്തത്തിന്റെ വാർത്തകളറിഞ്ഞ് രാജ്യം നടുങ്ങുമ്പോഴും കണ്ണാടിയിൽ നിന്നും നെഞ്ചുലയ്ക്കുന്ന കണ്ണീർ കാഴ്ചകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 21-നായിരുന്നു അപകടത്തിൽ മരിച്ച ഹിമാചൽ സ്വദേശിയായ എഞ്ചിനീയർ രാഹുൽ ശർമ്മയുടെയും 20-കാരിയായ കൽപ്പനയുടെയും വിവാഹം കഴിഞ്ഞത്. നെറുകയിൽ സിന്ദൂരവും കൈകളിൽ ചുവന്ന വളകളുമായി തന്റെ പ്രിയതമൻ എപ്പോൾ വേണമെങ്കിലും ചിരിയോടെ വാതിൽക്കൽ വരുമെന്ന പ്രതീക്ഷയിലാണ് അവൾ ഇപ്പോഴും കഴിയുന്നത്. ഭർത്താവിനെ വിഴുങ്ങിയ മൺകൂനയുടെ വലുപ്പത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് സംഭവിച്ച വിയോഗത്തെക്കുറിച്ചോ പൂർണ്ണമായി അറിയാതെ നാട്ടിലേക്ക് മടങ്ങാനായി ബാഗുകൾ തയ്യാറാക്കുന്ന കൽപ്പനയുടെ ദൃശ്യം കണ്ടുനിന്നവരുടെ കൺകളെ ഈറനണിയിക്കുകയാണ്. മന്ത്രിമാരായ T സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതി ഇന്ന് രൂപീകരിക്കും. ഇതിനിടെ കേരളത്തിൽ നിന്ന് തങ്ങളെ ആരും ബന്ധപ്പെടുന്നില്ലെന്നും എന്തു ചെയ്യണമെന്ന് അറിയില്ലെന്നും രാഹുലിന്റെ സഹോദരൻ രോഹിത് നിസ്സഹായത വ്യക്തമാക്കിയതിനെ തുടർന്ന് മന്ത്രി T സിദ്ദിഖ് ഇടപെടുകയും മുഖ്യമന്ത്രി VD സതീശനെ കളക്ടറേറ്റിൽ വെച്ച് നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് ദുരന്ത സ്ഥലമായ കള്ളാടി സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.